ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ഒന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പം ഞാനിത് എടുത്തേക്കുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ എടുത്തേക്കുന്ന ചെറിയൊരു നോട്ടാണ്. അപ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും ഒക്കെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറഞ്ഞ് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കിതിലേക്ക് കിടക്കാം. ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളും ധർമ്മങ്ങളും. അപ്പോൾ അങ്ങനൊരു സിലബസിൽ അങ്ങനൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് സംസ്ഥാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പ്രീ പ്രൈമറി സ്കൂളുകൾ, അങ്കണവാടികൾ, ബാലവാടികൾ, നഴ്സറി സ്കൂളുകൾ. അപ്പോൾ ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളും ധർമ്മങ്ങളും അതിലെ സംസ്ഥാന തലത്തിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അടുത്തത് ദേശീയതലം, അന്തർദേശീയ തലം, സന്നദ്ധ ഏജൻസികൾ. അത്രയും കാര്യങ്ങളാണ്. ദേശീയ തലത്തിൽ NCERT, NIEPA, ICCW, CSWB, NIPCCD അത്രയും ഏജൻസികളും. അന്തർദേശീയ തലത്തിൽ യുണിസെഫ്, യുനെസ്കോ, കെയർ, WHO അത്രയും ഏജൻസികളും. പിന്നീട് സന്നദ്ധ ഏജൻസികൾ എന്ന് പറയുന്നത് റെഡ് ക്രോസും BSSും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചും ചെറിയ രീതിയിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്തൊക്കെയാണ് ഞാൻ നോട്ട് എടുക്കുന്നത്. നമുക്ക് അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഓർമ്മയിൽ ഒരു പോയിൻ്റെങ്കിലും നിലനിൽക്കുന്നത്. അപ്പോൾ അറിയാവുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും നമ്മുടെ നോട്ട് പഠിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. സംസ്ഥാന തലത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചാണ് ക്ലാസ് തുടങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള സർക്കാരിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇത് സ്ഥാപിതമായത് 1995-ലാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുണ്ട്. അതേപോലെ തന്നെ പ്ലസ് അധ്യാപക പരിശീലനവും നടത്തുന്നുണ്ട്. പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അധ്യാപക പരിശീലനവും നടത്തുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് അതിൻ്റെ ചുമതലയും ആ പരീക്ഷയുടെ ചുമതലയും, അതായത് SSLC പരീക്ഷയുടെ ചുമതലയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരാ? വി ശിവൻകുട്ടി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ്. സ്ഥാപിതമായത് 1995. പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ കൂടെ അധ്യാപക പരിശീലനവും നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. അതേപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയുടെ ചുമതല, SSLC പരീക്ഷയുടെ ചുമതലയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓർമ്മയിലിരിക്കുക, പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അതേപോലെ തന്നെ വർണ്ണക്കൂടാരം പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണിത് കേട്ടോ. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ അല്ലെങ്കിൽ വർണ്ണക്കൂടാരം പദ്ധതി. അതിനകത്തുള്ളതാണ് മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ. ഒന്നുകൂടെ പറയാം. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ. ഈ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളിലെ ആ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞത് കളികളിലൂടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ശിശുവികാസ മേഖലകളിലെ ശേഷികൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രീതിയാണ് ഈ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഉള്ളത്, അല്ലെങ്കിൽ വർണ്ണക്കൂടാരം പദ്ധതിയിലുള്ളത്. കളികളിലൂടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ശിശുവികാസ മേഖലകളിലെ ശേഷികൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രീതിയാണ് വർണ്ണക്കൂടാരം പദ്ധതി അല്ലെങ്കിൽ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകൾ. ഇതിൻ്റെ ലക്ഷ്യം എന്നത് കുട്ടികൾക്ക് സന്തോഷത്തോടെയും അവരുടെ അഭിരുചിക്കനുസരിച്ചും കളികളിൽ ഏർപ്പെടാൻ കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ്. അപ്പം കുട്ടികൾക്ക് മാക്സിമം സന്തോഷം നൽകുന്ന ഒരു അന്തരീക്ഷം സ്കൂളിൽ സൃഷ്ടിക്കുക എന്നതാണ് കേട്ടോ. അതിനുവേണ്ടി കുട്ടികൾക്ക് സന്തോഷത്തോടെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കളികളിൽ ഏർപ്പെടാൻ
കഴിയുന്ന വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതിയിൽ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളിൽ നടപ്പിലാക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാഷാശേഷി വളർത്താൻ സഹായിക്കുന്ന ഭാഷാ വികാസ ഇടം, ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾക്കും നിരീക്ഷണത്തിനും അവസരം നൽകുന്ന ശാസ്ത്ര ഇടം, കളികളിലൂടെ കണക്കിൻ്റെ ആദ്യ പാഠങ്ങൾ നുണയുന്ന ഗണിത ഇടം തുടങ്ങി കുട്ടികളുടെ സർവോന്മുഖ വികാസത്തിന് സഹായിക്കുന്ന 13 പ്രവർത്തന ഇടങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏരിയാസ് ഈ വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം 13 പ്രവർത്തന ഇടങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏരിയാസ് ഈ മാതൃകാ പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ സർവോന്മുഖ വികാസത്തിന് സഹായിക്കുന്ന ഇടങ്ങളാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ച് അവർക്ക് കളികൾ തിരഞ്ഞെടുക്കാം, അറിവുകൾ നേടാം. അവർക്കിഷ്ടമുള്ളതുപോലെ കളികളിലൂടെ പഠനം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം പദ്ധതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി ആ 13 പ്രവർത്തന ഇടങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പിന്നീട് അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൻ്റെ കൂട്ട് തന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതും അറിയിക്കുക. അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.